സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നടുവേദന വരിക എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് പോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വീഴ്ച കൊണ്ടോ ഒക്കെ ആണെന്നാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാക്ക് പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 2 to 3 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുക്കുന്നത് നിർബന്ധമായിട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്കിൻ്റെ മുകളിൽ നല്ലൊരു പ്രഷർ കൊടുക്കും. അതേപോലെ നമ്മുടെ ബാക്ക് മസിൽസിൻ്റെ സ്പാസം അല്ലെങ്കിൽ അത് ടൈറ്റ് ആവാനായിട്ട് കാരണമാവും. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് കുനിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സഡൻ മൂവ്മെൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കുനിഞ്ഞെടുക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ മെല്ലെ മുട്ട് മടക്കിയിട്ട് ആ ഒരു സാധനം ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കിടന്ന് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് ചാടി എണീക്കാതെ നല്ല ചെരിഞ്ഞിട്ട് എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇത് കുറച്ചും കൂടി ഒരു ഏജ് ഒക്കെ ആയി വരുന്ന ആൾക്കാർ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സഡൻ ഡിസ്ക് ഹെർണിയേഷൻസ് ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളൊരു കാര്യമാണ് ഈ നമ്മുടെ പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിൽ വാലറ്റ് സൂക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്. തിക്കായിട്ടുള്ള വാലറ്റ് നമ്മുടെ ബാക്ക് പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ പെൽവിസ് ടിൽട്ടാവും. നമ്മളൊരു സൈഡിലേക്ക് ചരിഞ്ഞിട്ടായിരിക്കും, ചെറിയൊരു ചരിവ് വരും. അതേപോലെ അത് നമ്മുടെ സ്പൈനിനെയും ബാധിക്കും ആ ഒരു ചരിവ്. അതേപോലെ നമ്മുടെ ഗ്ലൂട്ട് മസിൽസിന്, അതായത് നമ്മുടെ ബട്ടക്സിലെ മസിൽസിന് ഒരു ടൈറ്റ്നെസ് ഉണ്ടാക്കാൻ അത് കാരണമാവും. അതേപോലെ ചിലപ്പോൾ അത് നമ്മുടെ സയാറ്റിക് നെർവിന് ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഡയറക്റ്റ് കൊടുക്കാനും ഈ ഒരു ശീലം കാരണമാവുന്നുണ്ട്. റോഡിലുള്ള കുണ്ടിലും കുഴിയിലൊക്കെ ചാടിയിട്ടുള്ള ബൈക്ക് യാത്ര നമുക്ക് ഈ നടുവേദന സ്ഥിരമായിട്ട് വരാനുള്ള ഒരു കാരണമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നടുവേദന വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു മസിൽ റിലാക്സൻറ്റോ എടുത്തിട്ട് ആ വേദനയെ സബ്സൈഡ് ചെയ്യിപ്പിക്കുക. അത് നമ്മളെ വേദനയെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്, അല്ലാതെ അതിൻ്റെ കോസിനെ അല്ല അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മസിൽ സ്പ്രെയിനോ ഉണ്ടാവാം, ചിലപ്പോൾ ഡിസ്കിൻ്റെ ഇഷ്യൂസോ ഉണ്ടാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അത് കൃത്യമായിട്ട് നോക്കാതെ അങ്ങനെ പെയിൻ കില്ലർ ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. ഇത്തരത്തിലുള്ള നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് വലിയൊരു പ്രശ്നം, ഒരു ലോങ് സ്റ്റാൻഡിങ് ബാക്ക് പെയിൻ ഉണ്ടാവാൻ കാരണമായേക്കാം.